ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്. എല്ലാ ദിവസവും രാവിലെയുള്ള ഒരു മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം. ഒരു ദിവസം അവധിക്ക് ശേഷമാണ് നമ്മൾ മാർക്കറ്റിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നിഫ്റ്റി ഒന്ന് നോക്കാം എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന്. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. ട്യൂസ്ഡേ 3:30 ക്ലോസിങ്ങിന് ശേഷം നിഫ്റ്റി വലിയ തോതിൽ വോളറ്റിലായിരുന്നു. എന്നാൽ ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത് ട്യൂസ്ഡേ ക്ലോസിങ്ങിൽ നിന്ന് ഏകദേശം അവിടെ തന്നെയാണ്. അതായത് നിഫ്റ്റി എവിടെയാണോ നമുക്ക് ചൊവ്വാഴ്ച 3:30 ക്ലോസിംഗ് ഉണ്ടായിരുന്നത്, ഇപ്പോഴും ഇൻ ബിറ്റ്വീൻ ഒരു ഫോളും റാലിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ഇൻ ബിറ്റ്വീൻ നിൽക്കുന്നത് ക്ലോസിങ്ങിൻ്റെ അടുത്ത് തന്നെയാണ്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോൾ ഏറ്റവും താഴെ, അതായത് ഇന്നലെ ക്ലോസായ 2 US മാർക്കറ്റും പോസിറ്റീവായിരുന്നു, യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവായിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവാണ്. മാറ്റങ്ങൾ വന്നിട്ടുള്ളത് ഗോൾഡാണ്. ഗോൾഡ് കാണാം ഏറ്റവും മിഡിലായിട്ട് XAU/USD ഗോൾഡ് $4,000 താഴെ വന്നു. കൂടാതെ ബിറ്റ് കോയിനിൽ മാറ്റം വന്നു. ബിറ്റ് കോയിൻ കാണാം 1,32,245, അതായത് 1,80,000 ഉണ്ടായിരുന്നായിരുന്നു ബിറ്റ് കോയിനും. ആ ബിറ്റ് കോയിനിലും ഒരു വോളറ്റിലായിരുന്നു. ഗോൾഡും ഒന്ന് വോളറ്റിലാണ്. ഗ്ലോബൽ മാർക്കറ്റിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ, നമ്മുടെ മാർക്കറ്റിൽ ഇല്ലെങ്കിൽ കൂടി ഇന്നലെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ വ്യാപാരം അവസാനിപ്പിച്ച ഒരവസ്ഥയിലാണ് ഉള്ളത്. ഇനി നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന ദിവസമാണ്. കൂടാതെ ഇന്നും ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. ഇന്ന് പ്രധാനമായിട്ടും ആംബർ എൻ്റർപ്രൈസസ്, ABB, അപ്പോളോ ഹോസ്പിറ്റൽ, ബജാജ് ഹൗസിംഗ് ഫിനാൻസ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ദേവ്യാനി ഇൻ്റർനാഷണൽ, KFCയുടെ ഒക്കെ പ്രൊമോട്ടേഴ്സാണ് ദേവ്യാനി ഇൻ്റർനാഷണൽ, ഇൻഡിഗോ പെയിൻറ്റ്, LIC, ലുപ്പിൻ ഫാർമ കമ്പനി, UPL ഫെർട്ടിലൈസർ കമ്പനി, NCC കൺസ്ട്രക്ഷൻ കമ്പനി, അങ്ങനെ ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. ഇനിയിപ്പോൾ ഇന്ന് കുറച്ച് കമ്പനീസിൻ്റെ ന്യൂസിലേക്ക് പോകാം. അതിനു മുമ്പ് ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടുകൾ മാനേജ് ചെയ്യാൻ അപ്സ്റ്റോക്ക് എന്ന് പറയുന്ന ഇന്ത്യയിലെ ലീഡിംഗ് ഡിസ്കൗണ്ട് ബ്രോക്കറിൻ്റെ അക്കൗണ്ട് ഉപയോഗിക്കാം. അക്കൗണ്ട് ഓപ്പണിംഗ് ഫ്രീ ആണ്. അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അക്കൗണ്ട് ഓപ്പണിംഗ് ചെയ്യാം. സ്റ്റോക്കിൻ്റെ ന്യൂസിലേക്ക് വരുമ്പോൾ ബൈസൽ റെക്കമെൻഡേഷനല്ല, കളക്ട് ചെയ്ത ന്യൂസുകൾ. ഇൻഡിഗോ നെറ്റ് ലോസ് വർദ്ധിപ്പിച്ചു കമ്പനി. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ലോസ് 1,000 കോടി രൂപയുടെ അടുത്തായിരുന്നു. ഈ തവണ 2,500 കോടി രൂപയോളം ലോസ് വർദ്ധിച്ചു. ജെറ്റ് ഫ്യൂവലിൻ്റെ എല്ലാം തന്നെ പ്രൈസ് വർദ്ധിച്ചതാണ് കാരണം. ബ്രിട്ടാനിയ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 23% ഉയർന്ന് 655 കോടി രൂപ കരസ്ഥമാക്കി. KPR മിൽ നെറ്റ് പ്രോഫിറ്റ് 6% ഇയർ ഓൺ ഇയർ ഉയർന്ന് 218 കോടി രൂപ കരസ്ഥമാക്കി. ചമ്പൽ ഫെർട്ടിലൈസർ നെറ്റ് പ്രോഫിറ്റ് 20% ഉയർന്ന് 650 കോടി രൂപ കരസ്ഥമാക്കി. ബർജർ പൈന് നെറ്റ് പ്രോഫിറ്റ് 23% ഇടിവ് രേഖപ്പെടുത്തി. ചാലറ്റ് ഹോട്ടൽ നെറ്റ് പ്രോഫിറ്റ് 138 കോടി രൂപ ലോസ് ഉണ്ടായത് ഇത്തവണ 154 കോടി രൂപ പ്രോഫിറ്റിലാണ്. ജുബിലാൻഡ് അഗ്രി കൺസ്യൂമർ പ്രൊഡക്റ്റ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 42 കോടി രൂപ ഉണ്ടാക്കി, അതായത് 71% നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ തവണ പ്രോഫിറ്റിൽ നിന്ന് കൂടി. ഡാൽമിയ ഭാരത് ഷുഗർ നെറ്റ് പ്രോഫിറ്റ് അവർ 56% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡാൽമിയ ഭാരത് ഷുഗർ. കൂടാതെ വേൾപൂൾ ഇന്ത്യ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 21% നെറ്റ് പ്രോഫിറ്റിൽ കുറവ് രേഖപ്പെടുത്തി. ഗാർഡൻ റീഡ് ബിൽഡേഴ്സ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 56% ഉയർന്നു. ഗ്രേപ്സ് കോട്ടൺ 3 കോടി രൂപയിൽ നിന്ന് 26 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. അപ്പോളോ മൈക്രോ സിസ്റ്റം 15 കോടി രൂപയിൽ നിന്ന് 33 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. രാംകോ സിസ്റ്റം 9 കോടി രൂപ നഷ്ടം, ഇതവണ 12 കോടി രൂപ പ്രോഫിറ്റ്. സൺഫാർമ നെറ്റ് പ്രോഫിറ്റ് 2% അപ്സൈഡ് പോയി, 3,040 നിന്ന് 3,118 കോടി രൂപ. പ്രാജ് ഇൻഡസ്ട്രീസ് 53 കോടി രൂപ നഷ്ടം ഉണ്ടായിരുന്നത് ഇതവണ 19 കോടി രൂപ പ്രോഫിറ്റിലേക്ക് കമ്പനി പ്രോഫിറ്റ് ഉയർത്തിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ കളക്ട് ചെയ്ത ന്യൂസുകൾ. നമുക്ക് നമ്മുടെ ടെലിഗ്രാം, ഇൻസ്റ്റഗ്രാം ചാനലും പേജുകളൊക്കെ ഉണ്ട്. അതിൽ ഫോളോ ചെയ്യുക. കൂടുതൽ ന്യൂസുകൾ അവിടെ വരും. അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.